ദാരിദ്ര്യം, രോഗദുരിതം, കഷ്ടപ്പാടുകൾ നീക്കും യോഗിനി ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. യോഗിനി ഏകാദശിയുടെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. ധനേശ്വരനായ കുബേരൻ്റെ ആസ്ഥാന മന്ദിരമാണ് അളകാപുരി. ഹേമൻ എന്നയാളായിരുന്നു അവിടുത്തെ തോട്ടക്കാരൻ. അയാൾ ദിവസവും മാനസ സരസിൽ നിന്നും ശിവപൂജയ്ക്ക് പുഷ്പങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഒരു നാൾ ഭാര്യയുടെ കൂടെയായതിനാൽ പൂജയ്ക്ക് പുഷ്പങ്ങൾ എത്തിക്കാൻ താമസിച്ചു പോയി. അതിനാൽ കുബേരൻ്റെ ശാപത്തിന് അദ്ദേഹം ഇരയായി. അങ്ങനെ കുഷ്ഠരോഗിയായി മാറി. ഹേമൻ മാർക്കണ്ഡേയ മഹർഷിയോട് തൻ്റെ സങ്കടം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ച് ഹേമൻ യോഗിനി ഏകാദശി അനുഷ്ഠിച്ചു തുടങ്ങി. കുറച്ചു കാലങ്ങൾ അനുഷ്ഠിച്ചപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ രോഗങ്ങളെല്ലാം മാറി എന്നതാണ് ഐതിഹ്യം. അങ്ങനെ അതിപ്രധാനമായ യോഗിനി ഏകാദശി 2026 ജൂലൈ 11 ശനിയാഴ്ചയാണ്. ഏകാദശി തിഥി വരുന്നത് വെള്ളിയാഴ്ച രാവിലെ 8:17 മുതലാണ്. ഏകാദശി തിഥി അവസാനിക്കുന്നത് ജൂലൈ 11 ശനിയാഴ്ച രാവിലെ 5:23 ഏകാദശി തിഥി സൂര്യോദയത്തിൽ വരുന്നത് ശനിയാഴ്ച ആയതിനാലാണ് ശനിയാഴ്ച യോഗിനി ഏകാദശിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച യോഗിനി ഏകാദശി ആകുമ്പോൾ അതിൻ്റെ തലേ ദിവസം ഒരിക്കലോട് കൂടിയിട്ട് വ്രതം ആരംഭിക്കുക. ഏകാദശിയുടെ തലേ ദിവസത്തെ ദശമി നാളെന്നാണ് പറയാറ്. ദശമി നാൾ ഒരിക്കലൂണോട് കൂടിയിട്ട് വ്രതം ആരംഭിക്കാം. ജൂലൈ 10 ഒരിക്കലൂണെടുത്ത് വ്രതം ആരംഭിക്കാം. അന്നേ ദിവസം എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല, ബ്രഹ്മചര്യം പാലിക്കണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. കൂടാതെ ഏകാദശി നാൾ പൂർണ്ണ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. അതിന് സാധിക്കാത്തവർക്ക് ഒരു നേരം പാലും പഴമൊക്കെ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാം. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം എടുക്കുക. ഏകാദശിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ്. ഏകാദശിയുടെ അവസാന 15 നാഴികയും ഏകാദശി കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം എന്ന് പറയുന്നത് ദ്വാദശി നാളെന്നാണ്. ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും ചേർത്ത് 30 നാഴിക, ഈ 12 മണിക്കൂർ സമയത്തെയാണ് ഹരിവാസര സമയം, ഹരിവാസര വേള എന്ന് പറയുന്നത്. ഏകാദശി വ്രതത്തിലെ ഏറ്റവും പ്രധാന ഭാഗമാണ് ഈ ഹരിവാസര സമയം. ഈ സമയത്ത് ഭക്ഷണവും ഉറക്കവും ഒന്നും പാടില്ല എന്നാണ് പറയുക. ഈ സമയത്ത് കഴിയുന്ന വിഷ്ണുനാമങ്ങളും വിഷ്ണു മന്ത്രങ്ങളും അറിയുന്ന നാമങ്ങളൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുക. സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തുക. ഹരിവാസര സമയമെന്ന് പറയുന്നത് 2026 ജൂലൈ 11 രാത്രി 12:06 മുതൽ രാവിലെ 10:33 മണി വരെയാണ് ഹരിവാസര വേള എന്ന് പറയുന്നത്. വിഷ്ണു ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് മൂലമന്ത്രമായ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം, വിഷ്ണു ഗായത്രി മന്ത്രം തുടങ്ങി വിഷ്ണു മന്ത്രങ്ങളും വിഷ്ണു സഹസ്രനാമങ്ങളും എല്ലാം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഏകാദശി നാൾ മുഴുവൻ പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും ശുദ്ധിയോടും കൂടിയിട്ട് വിഷ്ണുനാമങ്ങളും വിഷ്ണു മന്ത്രങ്ങളും ജപിച്ചുകൊണ്ടിരിക്കുക. പൂർണ്ണ ഉപവാസം എടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അതിന് സാധിക്കാത്തവർക്ക് പാലും പഴമൊക്കെ കഴിച്ച് വ്രതം അനുഷ്ഠിക്കാം. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം അനുഷ്ഠിക്കുക. ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരില്ല. വിഷ്ണു പ്രീതിക്കും അതിലൂടെ മോക്ഷത്തിനും പാപമോചനത്തിനും എല്ലാം ഉത്തമ മാർഗമാണ് ഏകാദശി വ്രതം. ഏകാഗ്രതയോടെ തികഞ്ഞ ഭക്തിയോടും ശുദ്ധിയോടും കൂടി വ്രതം അനുഷ്ഠിക്കുക. പൂർണ്ണ ഫലം ലഭിക്കും. ഏകാദശി ദിവസം നമ്മളാൽ കഴിയുന്ന വഴിപാടുകളും അതുപോലെ തന്നെ ദാനധർമാദികളും ചെയ്യുക. ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസം ദ്വാദശി നാൾ എന്നാണ് പറയാറ്. അന്നേ ദിവസം രാവിലെ തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാം. ഒന്നുകിൽ ക്ഷേത്രത്തിൽ പോയി തുളസി തീർത്ഥം സേവിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെയാണെങ്കിൽ തലേ ദിവസം തുളസിയില ഇട്ട വെള്ളം എടുത്ത് വെക്കുക. അത് രാവിലെ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം തുളസിയില ഇട്ട വെള്ളം കഴിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും യോഗിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എന്നും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.